നമസ്കാരം. തുടരുമെന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ മുന്നേ ചെയ്ത റിവ്യൂ വീഡിയോയുടെ താഴെ നിങ്ങളിട്ട കമൻറ്റുകൾ പോലെ റൈഫിൾ ക്ലബ്ബിലെ ആ ഡയലോഗാണ്. ഇങ്ങനെ ഒരു ദിവസം സത്യത്തിൽ ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ആ മൊമെൻറ്റിൽ വിജയരാഘവൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ചിരിയുണ്ട്. ശരിയാണ്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നു. അയാളിലെ നടനെ ആഘോഷിക്കാൻ പറ്റാതെ പോയ, കഴിഞ്ഞുപോയ നാളുകളെയെല്ലാം മറന്നു തന്നെ ആഘോഷിക്കാൻ ഷൺമുഖം മതിയായിരുന്നു. മോഹൻലാൽ എന്ന മലയാളി വികാരത്തിൻ്റെ കൂടെ തുടർച്ചയാണ് ബോക്സ് ഓഫീസിലെ ചിത്രത്തിൻ്റെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. പകർനാട്ടങ്ങളുടെ പടച്ചട്ടകളിൽ തേച്ചുമിനുക്കിയ പുതിയ ഒന്നാണോ ഷൺമുഖം എന്ന് ചോദിച്ചാൽ പുതിയതിനിയും വരാനുണ്ട് എന്ന ഉറപ്പാണ് ഷൺമുഖമെന്ന് തിരുത്തി പറയേണ്ടി വരും. ഷൺമുഖത്തിൻ്റെ വേദനയ്ക്കൊപ്പം കരഞ്ഞുപോയ മലയാളി തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ വേദന ആനന്ദത്തിൻ്റെ കൂടെ കണ്ണീരാകുന്നുണ്ട്. ഇത് മതിയെണ്ണ, ഇതായിരുന്നു അണ്ണ കാത്തിരുന്നത് എന്ന് വൈകാരികമായി പ്രേക്ഷകർക്ക് പറയാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. കാത്തിരുന്ന് കണ്ടാഘോഷിച്ച ഒരു കാഴ്ചയുടെ തുടർച്ച. അയാൾ ആടാത്ത വേഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അയാൾ ആടിയ വേഷങ്ങളൊക്കെയും ചിരിയായും ചമ്മലായും സന്തോഷമായും പ്രണയമായും സൗഹൃദമായും സങ്കടമായും ഏട്ടനായും പോലീസായും പട്ടാളമായും അയൽക്കാരനായും ഒക്കെ നമ്മൾ മലയാളികൾക്കിടയിൽ എത്ര കാലമായി ഉണ്ട്. മലയാളിക്കൊപ്പം നടക്കുന്ന മോഹൻലാൽ എന്നത് തന്നെയാണ് ചുരുക്കി പറയാൻ പറ്റുന്നത്. ആ ലാലേട്ടനെ നഷ്ടപ്പെട്ടതിൻ്റെ ആവലാതിയിലായിരുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകരെ കൂടെയാണ് ഷൺമുഖം തിരിച്ചു വിളിക്കുന്നത്. ഗിമ്മിക്സുകൾ വേണ്ട, നിവർന്നൊന്ന് നിന്നാൽ പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കാൻ ലാലേട്ടന് പറ്റുമെന്ന സംവിധായകന്റെ ബോധ്യം കൂടെയാണ് ഷൺമുഖം എന്ന കഥാപാത്രം. വേദനയിൽ പതറി വീഴുമ്പോൾ ആ വേദനയെ മറന്ന് കൈയടിപ്പിക്കാൻ കൂടെ ആ നടന് സാധിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത ലാലേട്ടനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മൾ കണ്ട ഒട്ടനവധി ഭാവങ്ങളുടെ ഗംഭീരമായൊരു സംഗമം ഇവിടെ ഉണ്ടെന്ന് മാത്രം. അതിനെ ആഘോഷിക്കാതെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? പോസ്റ്റ് ഒടിയൻ കാലഘട്ടമാണ് മോഹൻലാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നതിൽ മോഹൻലാൽ എന്ന ആക്ടറിനെ പ്രേക്ഷകർക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു എന്നതുകൂടെ ചേർക്കേണ്ടതുണ്ട്. ജയിലറിലെ വളരെ കുറച്ച് സീനുകളിൽ കയ്യടി വീണപ്പോൾ പ്രേക്ഷകരും പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും നെൽസൺ ഉപയോഗിച്ചത് കണ്ടു എന്ന്. നേരിലെ അഡ്വക്കേറ്റ് വിജയമോഹനാണ് ഈ കാലത്തിനിടയ്ക്ക് നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം സമ്മാനിച്ചത്. ലൂസിഫറിലെത്തുമ്പോൾ പൃഥ്വിരാജ് എങ്ങനെ മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തു എന്നതിലും ആ കഥാപാത്രത്തിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇമോഷൻസിന് മോഹൻലാൽ കൊടുത്ത ഡയമെൻഷൻസും കൊണ്ട് കയ്യടി നേടിയ കഥാപാത്രമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ ബിൽഡ് ചെയ്തെടുത്തത് തന്നെയായിരുന്നു ലൂസിഫറിൻ്റെ ഒരു രസമെന്ന് പറയാനുള്ളത്. ദൃശ്യം 2 മറന്നതല്ല, തിയേറ്റർ റിലീസുകളെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. ഇതിനുശേഷം വലിയ പ്രതീക്ഷയിൽ വന്ന മരക്കാറും മലക്കോട്ടെ വാലിബനും എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോഴും വാലിബൻ എന്ന സിനിമയിലെ മോഹൻലാൽ എന്ന നടനെ അങ്ങനെയൊന്നും വിസ്മരിക്കാൻ സാധിക്കുകയുമില്ല. സിനിമയുടെ വിജയപരാജയങ്ങളുടെ അപ്പുറത്തേക്ക് ലാലേട്ടൻ ഫാക്ടർ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ആവലാതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലാലേട്ടൻ ഫാക്ടർ നൽകുന്ന കിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ആവലാതി. ആ ഘട്ടത്തിലാണ് വീണ്ടും അയാളൊരു സാധാരണക്കാരനായിരുന്നത്, ഒരു ടാക്സി ഡ്രൈവർ. അയാളുടെ കുടുംബം, സന്തോഷം, പിന്നെ ചെറുതെന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിലർ. അപ്പോഴും മോഹൻലാൽ എന്ന ബ്രാൻഡ് ചെറുതല്ല എന്ന് ആദ്യ ഷോസ് തന്നെ ഉറപ്പിച്ചു. ആ ഷോ കഴിയേണ്ടി വന്നില്ല. അതിനു മുന്നേ ആളിപ്പടരുന്നൊരു പ്രതിഭാസമാകുന്നു. ഇതിനു മുന്നേ റിലീസ് ചെയ്ത എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു നിൽക്കുന്നു. ഇവിടെ അത് സംഭവിക്കുമോ എന്നറിയില്ല. എങ്കിലും നാളുകൾക്ക് ശേഷം തിയേറ്ററിലേക്ക് പോകുന്ന നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രായത്തിലുള്ളവർ ഉണ്ടാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതാണ് ശരിക്കും എൽ ഫാക്ടർ. നിവർന്നു നിൽക്കുന്ന ഒറ്റയാണ്. അയാൾക്ക് വേണ്ടി കൈയടിക്കണമെങ്കിൽ ആ മനുഷ്യനെ മനസ്സിലാക്കുന്ന, അയാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന പ്രേക്ഷകർ വേണം. അതാരാണ് ബിൽഡ് ചെയ്യേണ്ടത്? സംവിധായകൻ. അങ്ങനെ ബിൽഡ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നതിനൊപ്പം അത് മോഹൻലാൽ ചെയ്യുന്നു എന്നതുകൂടെ ആവുമ്പോൾ അതൊരു ഇലക്ട്രിഫയിങ് എഫക്റ്റ് ആണ് എന്നതിൽ തർക്കമില്ല. അതിൻ്റെ തെളിവാണ് തിയേറ്ററിൽ ഉയരുന്ന കയ്യടികൾ. വിൻറ്റേജ് മോഹൻലാൽ എന്ന പ്രയോഗം ഒരു ഘട്ടത്തിൽ മോഹൻലാലിന് തന്നെ വിനയായിട്ടുണ്ട്. ആ പ്രയോഗത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം മറുവശത്തുമുണ്ട്. കാരണം ബോക്സ് ഓഫീസിനെ വേട്ടയാടിയ പ്രയാണങ്ങൾ കൊണ്ടുകൂടെ സമ്പന്നമാണ് കഴിഞ്ഞുപോയ വർഷങ്ങൾ. പരാജയങ്ങൾ ഒരു വശത്തുണ്ട് എന്നതിനെ മാറ്റി നിർത്തുന്നതല്ല, തിയേറ്ററുകളെ ഇളക്കിമറിക്കാനും ഇതാ എൻ്റെ ലാലേട്ടൻ വന്നു എന്ന് പ്രായഭേദമന്യേ പറയിപ്പിക്കാനും കാഴ്ചകളുടെ കളിയാട്ടത്തിൽ അവർ ആറാടിക്കാനും മോഹൻലാലിനോളം പോകുന്നൊരു നടൻ നമുക്കില്ല എന്ന സത്യം കൂടെയാണ് തുടരുമെന്ന സിനിമ കാണിച്ചു തരുന്നത്. ലൂസിഫറിൽ പൃഥ്വിരാജ് മോഹൻലാലിനെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക് ചേർത്ത് വച്ചൊരു പരിപാടിയുണ്ട്. ലാലേട്ടൻ്റെ നോട്ടവും ആ സ്ക്രീൻ പ്രസൻസും ഒക്കെ നമുക്കെവിടെയും നഷ്ടപ്പെട്ടില്ല എന്നൊരു ഉറപ്പ് കൂടെ അതിനുണ്ടായിരുന്നു. ലൂസിഫറിൻ്റെ അവസാനം അബ്രാം ഖുറേഷി ആകുമ്പോഴേക്കും അത് 10 മടങ്ങായി വർദ്ധിക്കുന്നുണ്ട്. ആ ആവേശപ്പെരുമയോടെ എമ്പുരാനിലെത്തിയ പ്രേക്ഷകനുണ്ടായ നിരാശ കൂടെ ഇവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. മാസ് മൊമെൻസിലേക്ക് ചേക്കേറാൻ
കാലുറച്ചു നിൽക്കാൻ പറ്റുന്ന മണ്ണും ആ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രവും മതിയെന്ന് ഷൺമുഖനിലൂടെ അനായാസേന മോഹൻലാൽ തെളിയിക്കുന്നുണ്ട്. മലയാളത്തിൽ കഴിഞ്ഞ ദശാബ്ദം അതിൻ്റെ തുടർച്ചകൾ നോക്കിയാൽ ഗംഭീര സിനിമകൾ വന്നിട്ടുണ്ട്. മലയാള സിനിമകൾ അത്രയേറെ ലോകത്താകമാനം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഈ കാലത്തിനിടയ്ക്കൊക്കെ നമ്മൾ വളർന്ന കാലത്തിലെ നമ്മളോടൊപ്പം നടന്ന ലാൽഭാവങ്ങളെ മിസ് ചെയ്ത പ്രേക്ഷകർ കൂടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മികച്ച ചിത്രങ്ങളിൽ ഈ കാലത്ത് വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രി ഹിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അട്ടിമുട്ടി ഒരു ലാലേട്ടൻ ആഘോഷം സ്ക്രീനിൽ കാത്തിരുന്ന ഒട്ടനവധി പ്രേക്ഷകരുണ്ട്. അതിന് അവതാരപ്പിറവിയുടെ സകല മൂർത്തിഭാവങ്ങളും കോടികളുടെ തിളക്കവും വേണ്ടതില്ല. അതുകൊണ്ടാണ് മോഹൻലാൽ തുടരുമെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നത്. കളിചിരിയും തമാശകളുമായുള്ള കുസൃതി നിറഞ്ഞ ഷൺമുഖത്തിൽ നിന്നും അയാളുടെ ആത്മസംഘർഷങ്ങളിലേക്ക് തരുൺമൂർത്തി പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഷൺമുഖം പ്രേക്ഷകൻ്റേത് കൂടെ ആവുന്നുണ്ട്. ആ മാജിക്കിൽ ആഹ്ലാദിക്കുകയല്ലാതെ വേറെന്ത് ചെയ്യാൻ? ആട്ടത്തിന് മുകളിലൊരു താണ്ഡവം. കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, മനസ്സുകൊണ്ട് അനുഭവിച്ച്, കയ്യടികൾ കൊണ്ടും ഊഷ്മളത കൊണ്ടും അറിഞ്ഞനുഭവിച്ച് ഹൃദയത്തിൽ ചേക്കേറുന്ന ഒരു മോഹൻലാൽ മാജിക്. 359 സിനിമകളിലെ അതിനേക്കാളേറെ കഥാപാത്രങ്ങളുടെ തുടർച്ചയിൽ ഒരു കഥാപാത്രം വരുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു ടാക്സി ഡ്രൈവറായി വന്ന് മറുപടി നൽകാൻ മോഹൻലാലിന് കഴിയുന്നുണ്ട്. അതിനെ ആഘോഷിക്കാൻ മലയാളത്തിന്. നടനും താരവും ഒരേ സമയം ആഘോഷിക്കപ്പെടുന്ന കാഴ്ചയിലേക്ക് ഷൺമുഖത്തെ സൃഷ്ടിച്ച KR സുനിലിനും ആ ഷൺമുഖത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച തരുൺമൂർത്തിക്കും മറുവശത്ത് നിന്ന് ആ കഥാപാത്രത്തിന് മൂർച്ച കൂട്ടിയ പ്രകാശ് വർമ്മയ്ക്കും ബിനു പപ്പുവിനും തിയേറ്റർ കാഴ്ചയിൽ അത് ആവേശം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാക്കി മാറ്റിയ ജെയ്ക്സ് ബിജോയ്ക്കും ഷാജികുമാറിനും നിഷാദ് യൂസഫിനും ഷഫീഖിനും മറ്റണിയറ പ്രവർത്തകർക്കും നന്ദി. കോടികളുടെ കണക്കുകൾ കൊണ്ട് ബോക്സ് ഓഫീസ് വേട്ടയാടുമ്പോൾ അത് കോടി പ്രേക്ഷകരെ കൂടെ ഉള്ളു നിറയ്ക്കുന്നതിന് മോഹൻലാൽ തുടരും. സിനിമകളും പ്രേക്ഷകരും തുടരും. വീണ്ടും കാണാം.